ട്രംപിന്റെ പിഴച്ചുങ്കത്തിൽ 2 ദിവസം കൊണ്ട് 1500 പോയിന്റോളം ഇടിഞ്ഞ് സെൻസെക്സ്. കൂടുതൽ തകർച്ച ഉണ്ടാവുമോ എന്ന ആശങ്കയിൽ നിക്ഷേപകർ. എന്നാൽ 25% അധിക തീരുവ ദീർഘകാലം നിലനിൽക്കാൻ സാധ്യത കുറവാണെന്നും സമവായം ഉണ്ടായേക്കുമെന്നുമുള്ള പ്രതീക്ഷ പങ്കുവച്ച് വിദഗ്ധർ. കൈഞെരിച്ച് കാര്യസാധ്യം നേടാനുള്ള ട്രംപ് ശ്രമം ഹ്രസ്വകാല പിരിമുറുക്കമാണ് ഉണ്ടാക്കുന്നതെന്നും ഓഹരി വിപണി വിദഗ്ധർ. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ 25% പിഴച്ചുങ്കം നാളെ തന്നെ ഇല്ലാതാവുമെന്ന് വൈറ്റ് ഹൌസ് ഉപദേശകൻ പീറ്റർ നവാരോ. റഷ്യയും ചൈനയും ഇന്ത്യയുടെ ഫ്രണ്ടല്ല എന്നോർക്കണമെന്നും നവാരോ. അമേരിക്കയുടെ വിലപേശലിന് ഇന്ത്യ വഴങ്ങരുതെന്ന് അഭിപ്രായപ്പെട്ട് മാരുതി സുസുക്കി ഇന്ത്യ ചെയർമാൻ RC ഭാർഗവ. ഇന്ത്യൻ വ്യോമയാന മേഖല കൂടുതൽ നഷ്ടത്തിലേക്ക്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 55,000 കോടിയായിരുന്ന നഷ്ടം 2026 മാർച്ച് തീരുമ്പോൾ 1 ലക്ഷം കോടി കവിയുമെന്ന് ഇൻവെസ്റ്റ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. യാത്രക്കാരുടെ എണ്ണത്തിൽ വളർച്ച കുറയുന്നതും വിമാനക്ഷാമവുമാണ് കാരണം. ലാഭത്തിൽ പുതിയ റെക്കോർഡിട്ട് അദാനി ഗ്രൂപ്പ് കമ്പനികൾ. പലിശ, നികുതി, വായ്പാ തിരിച്ചടവ് എന്നിവയ്ക്കെല്ലാം മുമ്പത്തെ ലാഭം കഴിഞ്ഞ 12 മാസത്തിൽ 90,000 കോടി രൂപ കടന്നു. വാർഷിക വളർച്ച 10%. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ എബിറ്റ 23,793 കോടി. വായുമലിനീകരണം ഇന്ത്യക്കാരുടെ ആയുസ്സിൽ 1000 ദിവസങ്ങൾ കവർന്നെടുക്കുന്നുവെന്ന് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ എനർജി പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട്. ആഗോള നിലവാരത്തിനൊത്ത് ശുദ്ധവായു കിട്ടിയാൽ ഇന്ത്യയിലെ ഏറ്റവും ഹരിതാഭമായ മേഖലകളിൽ കഴിയുന്നവർ പോലും 10 മാസം കൂടി ജീവിച്ചിരിക്കും. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.